സുഖിച്ചിരിക്കണേ കണ്ടാത്തൊന്നും വീട്ടിലെ മോലാളിയാണ്. ഡ്രൈവറെ ഇങ്ങോട്ട് പിടിടാ, അങ്ങോട്ട് പെട്ടെന്ന് കാറി കൊണ്ടുപോടാ സാധനങ്ങളൊക്കെ. സമയമുണ്ടല്ലോ, ഇങ്ങോട്ട് പിടി, അങ്ങോട്ട് പെട്ടെന്ന് പോ. ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് പോ. ഇത് പിടി. അല്ല മുതലാളി കല്യാണത്തിന് വരില്ലേ? ഞാൻ തന്നെ പറഞ്ഞത് എനിക്ക് വയസ്സായി, എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല വണ്ടിക്കകത്തിരുന്ന് ഞാൻ ഛർദ്ദിക്കും ഞാൻ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചേച്ചിയെ കൊണ്ടുപോകണ്ട, ഭയങ്കര റിസ്ക് ആണ് ചേച്ചിയെ കൊണ്ടു. നീ തല ചോന്നുകൊണ്ടല്ല പോണത്, നീ കാറിലല്ലേ അവളെ കൊണ്ടുപോണത്. ഞാൻ അവളെ പിടിച്ചോട്ട് പെട്ടെന്ന് പോവാൻ നോക്കടാ. ഇത്ര ഒപ്രാളം തോന്നുന്നു. എന്തിനാ വെപ്രാളം? അല്ല ഞാൻ ഐസായിട്ട് കൊണ്ടുപോയിട്ട് വരുമല്ലോ, പിന്നെ ഒപ്രാളം തോന്നുന്നു. ആര് വെപ്രാളപ്പെട്ട്? ചേച്ചി ചേച്ചി ശരിയായോ എന്തോ ദൈവമേ. ഞാൻ കല്യാണത്തിന് പോവാണ്. ഞാനിവിടെ എല്ലാന്ന് കരുതി അടുക്കളയിൽ കയറി ലഡുവും ജിലേബി ഒന്ന് കട്ട് തിന്നേക്കരുത്. പിന്നെ കണ്ണിൽ മരുന്ന് ഒഴിക്കാൻ മറക്കരുതേ. മരുന്ന് വയ്ക്കാം. എനിക്ക് അങ്ങോട്ടൊരു കാര്യം പറയാനുണ്ട്. കല്യാണത്തിന് പോവേണ്, 2 ദിവസം കഴിഞ്ഞേ നീ വരുള്ളൂ. അവിടെ പഴയ കുറെ കിണാപ്പ് കിളവന്മാർ വന്ന് നടന്ന് കറങ്ങും. അവരുടെ മുമ്പിൽ ഈ കോയ പ്ലാഞ്ചം പോലെ കിടന്ന് കറങ്ങല്ലേ. എന്റെ സുരക്ഷയെന്ന് നോക്കാൻ എനിക്കറിയാം. അല്ല, ഇത്തിരി സൗന്ദര്യം കൂടിപ്പോയി എന്റെ ഭാഗ്യലക്ഷ്മിക്ക്, അതുകൊണ്ട് പറഞ്ഞതാ. കല്യാണത്തിന് പോണം. നോക്കി പോണേ, സൂക്ഷിച്ചു പോണം കേട്ടാ. 2 ദിവസം ഞാൻ ഇനി എങ്ങനെ തയ്ക്കും ഞാൻ ഭാഗ്യലക്ഷ്മി? വിഷമിക്കല്ലേ, 2 ദിവസം കണ്ട് ഞങ്ങൾ വരില്ലേ? പെട്ടെന്ന് പറഞ്ഞേ, ഇടക്കിടക്ക് എന്നെ വിളിച്ചോണം കേട്ടാ. പോയിട്ട് വാ. സൂക്ഷിച്ചു കൊണ്ടുപോണേ, നമുക്ക് വയ്യാത്താണ് അതുപോലെ കേട്ടാ. ഞാൻ എങ്ങനെ സഹിക്കും? ടാറ്റ. രണ്ടു ദിവസം ഞാൻ ഈ വീട്ടിൽ അടിച്ചു പൊളിക്കും. അടിക്കന്നടിറക്കമ്മ വല്ലാക്ക് ഞെരിപ്പ് എങ്ങഞ്ച് കുലുങ്ക് തടി അടിക്കണ്ടടി മൂക്കൂത്തി മാണിക്ക ചവപ്പ് മച്ചാന ഇറുക്കതടി. ഇന്ന് ഞാൻ ഇവിടെ പൊളിക്കും. ദൈവമേ, പണ്ടാറക്കാത്ത് 2 ദിവസം കഴിഞ്ഞാൽ വരുള്ളൂ.